അളിയ എടി ഭാര്യ ഇത് അളിയൻ വന്നിട്ടതാ. നോക്കി നിക്കാതെ കയറി ഇരിക്കളിയാ. ഇതുവരെ വന്നിട്ട് പെങ്ങളെ കാണാതെ പോകുന്നത് മോശമല്ലേ എന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. എനിക്ക് പഞ്ചായത്ത് ഓഫീസ് വരെ വന്നിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ അളിയൻ എന്താണ് കുടിക്കാൻ ഇഷ്ടപ്പെട്ടത്? എടി ഭാര്യ അളിയന് ഇഷ്ടപ്പെട്ടത് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. ചായ എടുക്കാ ചേട്ടാ? ചായ ആയിക്കോട്ടെ, കടുപ്പം കൂട്ടി പഞ്ചസാര കുറച്ച് പാല് കൂട്ടിയിട്ട് ഒരു ചായ. പറഞ്ഞത് കേട്ടല്ലോ, അതുപോലത്തെ ഒരു ചായ ഉണ്ടാക്കി കൊടുക്ക്. എനിക്ക് ചായ കിട്ടിയാ പിന്നെ മറ്റൊന്നും വേണ്ടാന്ന്. അത് പിന്നെ അളിയന്റെ ചായ പ്രാന്ത് എനിക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ അളിയ, എന്റെ പെങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതോടുകൂടി എനിക്ക് നേരാമണ്ണ ചായ പോലും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. എന്തെന്നാ ചെയ്യണ്ട? അളിയനൊരു കല്യാണം കഴിക്കുക, എന്നാ ശരിയാവും. അയ്യോ ചേട്ടാ, ചായപ്പൊടി തീർന്നു, എന്നാ ചെയ്യണ്ടേ? ചായപ്പൊടി തീർന്നാ ഇത്ര പെട്ടെന്നാ? ഞാൻ മിനിയാന്നല്ലേ കൊറേ ചായപ്പൊടി കൊണ്ടുവന്നത്. മിനിയാന്നല്ല, 2 ദിവസം മുമ്പേ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഓർമ്മ കുറവാണ്. അളിയൻ ഇവിടെ വന്നിട്ടൊന്നും കുടിക്കാതെ പോകുന്ന മോശമല്ലേ? ചായപ്പൊടി തീർന്നു, ചായ ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ എന്നാ കുടിക്കാൻ ഉണ്ടാക്കുക? ഏട്ടന് ഇഷ്ടം നാരങ്ങ വെള്ളമാണ്. അത് പോട്ടളിയാ. ഇനിയിപ്പം പെങ്ങളെ ഇഷ്ടം പോലെ നാരങ്ങ വെള്ളം കുടിക്കാം. എന്റെ ഇഷ്ടം എന്താണെന്ന് പെങ്ങൾക്കറിയാം. ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടും അവളൊന്നും മറന്നിട്ടില്ല. അവള് വീട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഒരുപാട് നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നാരങ്ങ വെള്ളം എടുത്തോ, കുറച്ച് ഉപ്പും മനസ്സാരിട്ടോ. അളിയന്റെ പെങ്ങളെ എനിക്ക് എന്റെ ഭാര്യയായി കിട്ടിയത് എന്റെ മഹാഭാഗ്യാണ്. പോയി നല്ല നാരങ്ങ വെള്ളം ആക്കി കൊടുക്കടി നിന്റെ ചേട്ടന്. നാരങ്ങ വെള്ളം ഇപ്പൊ ശരിയാക്കി തരാം. അളിയ, ചൂടിന് നാരങ്ങ വെള്ളം നല്ലത്. കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ടോ നാരങ്ങ വെള്ളത്തിലെ. എന്തൊരു ചൂട്! ഉപ്പും നാരങ്ങ വെള്ളം ഒടിച്ച് തന്നെ വെള്ളം വേണം. ഇപ്പൊ ശരിയാക്കി തരാം. അളിയ, എന്റെ ഭാര്യക്കൊരു പ്രത്യേകത ഉണ്ട്. അതിപ്പോ അളിയന്റെ പെങ്ങളായത് കൊണ്ട് കൂടി ആയിരിക്കാം അങ്ങനത്തെ ഒരു ഗുണം കിട്ടിയത്. ഗസ്റ്റായിട്ട് ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കും. അത് കുടിച്ചിട്ടേ അവരെ ഇവിടുന്ന് വിടും. അതെന്റെ പെങ്ങള് പണ്ടേ അങ്ങനെ തന്നെ. വീട്ടിലൊരു പിച്ചക്കാർ വന്നാൽ വരെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കി കൊടുക്കും. അയ്യോ, എന്താ പെങ്ങളെ, എന്താ പറ്റിയത്? അയ്യോ, നാരങ്ങ വെള്ളാക്കാൻ നാരങ്ങ തീർന്നു പോയി. അയ്യോ അളിയ, നാരങ്ങ തീർന്നു പോയിന്ന്. അപ്പൊ ഞാൻ വന്ന സമയം ശരിയില്ല. വീട്ടിലെ സാധനങ്ങൾ തീർന്നാൽ അത് പറയണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അളിയ. വീട്ടിലെ സാധനം എല്ലാം തീർന്നു കേട്ടാ, എല്ലാം വാങ്ങാൻ പോകണം. അളിയൻ എങ്ങനെ ഒന്നും കുടിക്കാണ്ട് പോണ്ട. ഞാൻ അളിയന് വേണ്ടി ഒരു ഇളനീര് കൊത്തിത്തരാം. ഇളനീരുണ്ടല്ലോ, കുറെ കാണുന്നുണ്ടല്ലോ ഇളനീര്. ഇളനീരൊന്നുമില്ല, എല്ലാം തേങ്ങയായി. എന്നാ പിന്നെ എന്റെ പുന്നാര പെങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുക്ക്. ആ വെള്ളം കുടിച്ചിട്ട് ഞാനങ്ങ് പോകട്ടെ. എന്നാ ഞാൻ വെള്ളം എടുത്ത് തരാം. വെള്ളം വേണല്ലേ? ശരിയാക്കി തരാം. പിന്നൊരു കാര്യമല്ലേ, ഈ അത് ഇത് കലക്കി കുടിക്കുന്നതിനേക്കാളും നല്ലത് പച്ചവെള്ളം കുടിക്കുന്നതേ നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയാ നല്ലത്. നല്ല ശുദ്ധമായ പച്ചവെള്ളം ഇപ്പൊ പെങ്ങള് കൊണ്ടുതരും. അത് കുടിച്ചാൽ മതി. ചേട്ടാ, വെള്ളമില്ല. നീ എന്ത് പ്രാന്തായി പറയുന്നു? വെള്ളമില്ലെന്നാ? ടാങ്കിയിലുണ്ട് വെള്ളം. ടാങ്കിൽ വെള്ളമില്ല, മോട്ടർ ഡാൻസ് കറണ്ടുമില്ല. പിന്നെ അളിയ, എനക്കൊരു പ്രധാനപ്പെട്ട കാര്യം അളിയനോട് പറയാനുണ്ട്. കറണ്ടില്ല, അത് ശരിയാണ്. അവിടെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് കുറെ ലേൽമേന്മാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അളിയ, ഒരു കാര്യം പറയാനുണ്ട്. അളിയ, എനക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പെങ്ങളെ നീ അത് കാര്യാക്കണ്ട. ഞാനിങ്ങനെ ഇവിടുന്ന് ഒന്നും കുടിക്കാതെ പോകുന്നോണ്ട് നിനക്ക് വിഷമൊന്നും വേണ്ട കേട്ടാ പെങ്ങളെ. അളിയ, എനക്കൊരു കാര്യം പറയാനുണ്ട്. അളിയൻ കുറെ നേരമായില്ല കാര്യം പറയാനുണ്ട് പറഞ്ഞ് എന്ത് കാര്യം എന്ന് പറ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അളിയ പോകുമ്പോഴേ അളിയന്റെ പെങ്ങളെയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് പോയിക്കോ. അല്ല അളിയ, എന്താണ് പ്രശ്നം? എന്താണ്? എന്റെ അളിയ, എനിക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല. ചോറുണ്ടാക്കി തരാ, കറി ഉണ്ടാക്കി തരാന്നൊക്കെ പറയൂ അളിയ. ഒന്നും കുടിക്കാൻ കിട്ടുന്നില്ല. അളിയ പോകുമ്പോ പെങ്ങളെയും കൂടെ ഒന്ന് കൂട്ടിക്കോ. ഞാൻ പോകുന്നേ, എനിക്ക് പഞ്ചായത്തിൽ കുറച്ച് പണിയുണ്ട്. അളിയ, പെങ്ങളെ കൂട്ടിക്കോ. 2 ദിവസം പെങ്ങളെ നിങ്ങളെ വീട്ടിൽ നിൽക്കട്ടെന്ന് അളിയ. ഇത് വെറും പെങ്ങളല്ല, സൈക്കോ പെങ്ങളാ. ഇല്ല, പോകുന്നില്ല. ഞാനേ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് പോയിട്ട് ആവശ്യമുണ്ട്. ഇഷ്ടപ്പെട്ട ചോദ്യങ്ങനെയാക്കുന്നുണ്ട്. എന്റെ പെങ്ങളെ ഉണ്ണാതെ എന്റെ വയറ് നിറഞ്ഞു. എനിക്ക് പെട്ടെന്ന് പോയിട്ട് ആവശ്യമുണ്ടേ.